കീരമ്പാറ പഞ്ചായത്തിൽ പുതിയ പ്രസിഡന്റായി കോൺഗ്രസിലെ ഗോപി മുട്ടത്ത് സ്ഥാനമേറ്റു. കോൺഗ്രസിലെ തന്നെ മാമച്ചൻ ജോസഫ് മുൻ ധാരണ പ്രകാരം രാജിവെച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. ഇടതു സ്ഥാനാർത്ഥിയായ VC ചാക്കോയ്ക്ക് 6ഉം ഗോപി മുട്ടത്തിന് 7ഉം വോട്ടുകൾ ലഭിച്ചു. കീരമ്പാറ പഞ്ചായത്തിൽ കോൺഗ്രസ് ഭരണം തുടരും. പുതിയ പഞ്ചായത്ത് പ്രസിഡന്റായി കോൺഗ്രസിലെ ഗോപി മുട്ടത്ത് സ്ഥാനമേറ്റു. വെള്ളിയാഴ്ച രാവിലെ 11-നായിരുന്നു പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാനുള്ള വോട്ടെടുപ്പ്. കോൺഗ്രസിലെ മാമച്ചൻ ജോസഫ് ധാരണ പ്രകാരം രാജിവെച്ചതിനെ തുടർന്നാണ് തിരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. കഴിഞ്ഞ ദിവസം ചേർന്ന UDF യോഗത്തിലാണ് 9ാം വാർഡ് മെമ്പർ ഗോപി മുട്ടത്തിനെ പ്രസിഡന്റാക്കാൻ കോൺഗ്രസിന്റെയും UDFന്റെയും അന്തിമ തീരുമാനമുണ്ടായത്. 13-അംഗ ഭരണസമിതിയിൽ ഒരംഗത്തിന്റെ ഭൂരിപക്ഷത്തിലാണ് UDF ഭരണം കൈയാളിയത്. ഇപ്പോഴത്തെ ഭരണസമിതിയുടെ ആദ്യ 1.5 വർഷം LDF ആണ് പഞ്ചായത്ത് ഭരിച്ചിരുന്നത്. LDFനെ പിന്തുണച്ചിരുന്ന സ്വതന്ത്ര അംഗം കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യയാക്കപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച UDF ഭരണം സ്വന്തമാക്കുകയായിരുന്നു. അന്ന് ഇടതുപക്ഷ പ്രസിഡന്റായിരുന്ന VC ചാക്കോയാണ് ഇന്നും തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. VC ചാക്കോയ്ക്ക് 6ഉം ഗോപി മുട്ടത്തിന് 7ഉം വോട്ടുകൾ ലഭിച്ചു. തിരഞ്ഞെടുപ്പിനെ തുടർന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് ഗോപി മുട്ടത്ത് സ്ഥാനമേറ്റു. കുടിവെള്ളക്ഷാമം, വന്യജീവി ആക്രമണം എന്നിവ കീരമ്പാറ പഞ്ചായത്തിലെ 2 പ്രധാന പ്രശ്നങ്ങളാണെന്നും അതിനൊരു പരിഹാരത്തിനായി ആത്മാർത്ഥമായി ശ്രമിക്കുമെന്നും സ്ഥാനമേറ്റ ശേഷം ഗോപി മുട്ടത്ത് പറഞ്ഞു. ബഹുമാന്യരെ, ഇന്ന് ഞാൻ കീരമ്പാറ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റായിട്ട് ചുമതലയേൽക്കുകയാണ്. ആദ്യമായി UDFൻ്റെ മതേതര കാഴ്ചപ്പാടിനുള്ള നന്ദി ആദ്യമായി രേഖപ്പെടുത്തുകയാണ്. ഗ്രാമപഞ്ചായത്തിൻ്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ ബഹുമാനായിട്ടുള്ള മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാർ പ്രിയപ്പെട്ട VC ചാക്കോ, ബഹുമാനായ മാമച്ചൻ ജോസഫ്, ഈ 2 പേരും കഴിഞ്ഞ ഭരണസമിതിയെ വളരെ നല്ല രീതിയിൽ നയിച്ചുകൊണ്ട് കീരമ്പാറ പഞ്ചായത്തിൻ്റെ പദ്ധതിയും അതുപോലെ തന്നെ വികസന പ്രവർത്തനങ്ങളും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കീരമ്പാറ പഞ്ചായത്തിനെ സംബന്ധിച്ചോളം വലിയ വന്യജീവി ശല്യവും അതുപോലെ തന്നെ കുടിവെള്ള പ്രശ്നവും വളരെയേറെ പ്രശ്നമായിക്കൊണ്ടിരിക്കുന്ന ഒരു പഞ്ചായത്താണ്. ഈ 2 പ്രവർത്തനങ്ങളിലും ബഹുമാനായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മാമച്ചൻ ജോസഫ് അദ്ദേഹത്തിൻ്റെ കാലയളവിൽ കുടിവെള്ള പദ്ധതികൾക്ക് വേണ്ടിയുള്ള നിരന്തരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. ജലജീവൻ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടുകൂടി കീരമ്പാറ ഗ്രാമപഞ്ചായത്തിൻ്റെ കുടിവെള്ള പ്രശ്നം ഒരു പരിധിവരെ പരിഹരിക്കാൻ സാധിക്കും. കൂടാതെ പ്രാദേശിക കുടിവെള്ള പദ്ധതികൾ കൂരികുളത്ത്, അതുപോലെ തന്നെ തെക്കുമേൽ, നാടുകാണി, പൊട്ടൻമുടി തുടങ്ങിയ കുടിവെള്ള പദ്ധതികളിലൂടെ പൂർത്തിയാക്കുമ്പോൾ കീരമ്പാറ പഞ്ചായത്തിന്റെ പ്രധാന പ്രശ്നമായ കുടിവെള്ള പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കും. താൻ തുടക്കം കുറിച്ച വികസന പ്രവർത്തനങ്ങൾ തുടരാൻ പുതിയ പ്രസിഡന്റിന് കഴിയുമെന്ന് മുൻ പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് പറഞ്ഞു. കീരമ്പാറ ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ പ്രസിഡന്റായി ശ്രീ ഗോപി MP മുട്ടത്ത് ചാർജ് എടുത്തിരിക്കുകയാണ്. വളരെ സന്തോഷമാണ്. അദ്ദേഹത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും ഞങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി നേരുകയാണ്. ഇവിടെ കഴിഞ്ഞ കാലങ്ങളായി നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതി വളരെ നല്ല രീതിയിൽ വിവിധ വികസന പ്രവർത്തനവുമായിട്ടാണ് പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ടേക്ക് പോയത്. അതിൽ ഏറ്റവും സുപ്രധാനമായൊരു കാര്യം എന്ന് പറയുമ്പോൾ പഞ്ചായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഏതാണ്ട് 15 സെൻറ്റ് സ്ഥലമോളം ഞങ്ങൾ സ്വന്തമായി കണ്ടെത്തി. ആ പദ്ധതികൾ ഏതാണ്ട് 50% പിന്നിട്ടിരിക്കുകയാണ്. ആ പദ്ധതി പൂർത്തീകരിച്ചിരിക്കുമ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ 24 മണിക്കൂർ വെള്ളം കിട്ടുന്ന ഒരു സംവിധാനം ഏതാണ്ട് 1.5 കൊല്ലം കൊണ്ട് പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നുള്ള അതിയായ സന്തോഷം ഞങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തനങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രമായിട്ട് ഉയർത്തിക്കൊണ്ട് വൈകുന്നേരം 6 മണിയുള്ള പ്രവർത്തനങ്ങൾ, വനത്തിൽ കൂടിയുള്ള നിരവധി, അത് കഴിഞ്ഞ 100 കൊല്ലമായിട്ട് ജനങ്ങൾ കാത്തിരുന്ന വനത്തിൽ കൂടിയുള്ള വഴികൾ, അത് വഴികളെല്ലാം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ഓരോ സ്ഥലത്ത് നടക്കാത്ത രീതിയിൽ ഞങ്ങൾ വഴികൾ 7ഓളം പുതിയ വഴികൾ ഞങ്ങൾ വനത്തിൽ കൂടെ പൂർത്തീകരിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ വിവിധ വികസന പ്രവർത്തനങ്ങൾ പഞ്ചായത്തിൽ നമുക്ക് പ്രാദേശിക കുടിവെള്ള പദ്ധതി അടക്കം. അതിലേറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ നേരിടുന്ന വന്യമൃഗശല്യം, അതിന് പരിഹാരമായിട്ട് ഫെൻസിങ്ങിൻ്റെ പണി ഉടൻ തന്നെ ആരംഭിക്കും. അതുപോലെ തന്നെ വനംവകുപ്പ് നീണ്ട കാലങ്ങളായിട്ട് ആചരിച്ചിരുന്ന കുറേ ദുരാചാരങ്ങൾ ഞങ്ങൾക്ക് കീരമ്പാറ പഞ്ചായത്തിന് കേരളത്തിൽ എടുത്തു പറയത്തരിക ഞങ്ങൾ കൂടെ അവസാനിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. സ്ഥാനാരോഹണ ചടങ്ങിന് ശേഷം മധുര വിതരണവും സ്വീകരണവും ഉണ്ടായിരുന്നു. കോൺഗ്രസ് കോതമംഗലം മണ്ഡലം പ്രസിഡന്റ് ഷമീർ പനക്കൽ, ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോമി തെക്കേക്കര, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന റോജോ, മഞ്ജു സാബു, ബേസിൽ ബേബി, VK വർഗീസ്, ഷാൻഡി ജോസ്, നേതാക്കന്മാരായ ബാബു ഏലിയാസ്, പ്രിൻസ് വർക്കി, രാജു എബ്രഹാം, ശശി കുഞ്ഞുമോൻ, മൈക്കിൾ, PA മാമച്ചൻ, എൽദോസ് കീച്ചേരി, എബിൻസ്, ജോണി മത്തായി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. മീഡിയ 60 കോതമംഗലം.